അപ്പോൾ തുടങ്ങുകയാണ്. ആചാര സംരക്ഷണ യാത്ര തുടങ്ങുകയാണ്. തെരഞ്ഞെടുപ്പ് ആചാരങ്ങൾ എല്ലാവരും പാലിക്കുന്നുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തുകയാണ് പൊളിമിക്സിൻ്റെ ലക്ഷ്യം. ചിലർക്കെങ്കിലും തോന്നും വോട്ടില്ലാത്ത കുട്ടികളുമായി കളിക്കാൻ വെറുതെ സമയം പാഴാക്കുകയാണല്ലോ എന്ന്. എന്നാൽ അടിയൊഴുക്ക് കാണാൻ കഴിയുന്നവർക്ക് ഇതിൻ്റെ ലാക്ക് മനസ്സിലാക്കാം. മുസ്ലിം തീവ്രവാദ സംഘടനകളുമായിട്ടാണ് UDF ഇത്തവണ മുന്നണി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫലമായി UDFൻ്റെ മുന്നണിയും ന്യൂനപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കുന്ന ഒരു മുന്നണിയായിട്ട് മാറിയിരിക്കുകയാണ്. അതാണ് UDF ന്യൂനപക്ഷ വർഗീയതയുടെ മുന്നണിയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ നേതാവ് എവിടെയൊക്കെയാണ് പോയി കയറുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. ശ്രദ്ധിച്ചോളൂ. നന്നായി പ്രാർത്ഥിക്കുക. ഇതാണ് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ വളരെ സന്തോഷം. ഇതിൻ്റെ ബാക്കിലാണ്. അപ്പോൾ എല്ലാ ഐശ്വര്യമായി ഭവിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതൊരു മലക്കമറച്ചിലാണ്. പക്ഷേ ഇത് വിശദീകരിക്കാനും വ്യാഖ്യാന പടുക്കൾക്ക് പ്രയാസമൊന്നുമില്ല. കേട്ടോളൂ. അപ്പോൾ ഞങ്ങൾ മതനിരപേക്ഷമല്ലേ എന്ന് വേണമെങ്കിൽ അപ്പോൾ അവകാശപ്പെടാം. കാരണം RSSനോടും SDPIയോടും പ്രത്യേക വിരോധം കാണിക്കുന്നില്ല. രണ്ടു കൂട്ടരോടും തുല്യമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലയെടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണോ മതനിരപേക്ഷത? അല്ല, അതുമല്ല മതനിരപേക്ഷത. മതനിരപേക്ഷത കാണണമെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് നടക്കണം. ഇവിടെ വരല് പതിവുള്ള ആളാണോ? അപ്പൊ സൺഡേ അല്ലേ പറ്റും? സൺഡേ ആവുമ്പോഴല്ലേ എല്ലാവരും. ഇതാണ് മതവുമായി നിത്യബന്ധമുള്ളവരുടെ മതനിരപേക്ഷത. ഇനി വേറൊരു ആചാരമുണ്ട്, ജനങ്ങളുമായി ബന്ധമുള്ളവരുടെ ആചാരം.